सर्वं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघा सुरेश्वरगजो ब्रह्मादिदेवाङ्गन अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഔഷധം എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കൂടുതലും വിരശല്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വിര എന്ന് പറയുന്നത് നമ്മൾ കൃമി ചികിത്സ എന്ന് ആയുർവേദത്തിൽ പറയും. ഈ കൃമി ചികിത്സ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ അനുബന്ധിക്കുന്നത് കഫച രോഗങ്ങളായിട്ടാണ്. അതായത് കഫം എന്ന ദോഷത്തിന് വൈകല്യം വരുമ്പോഴാണ് കൂടുതലും കൃമി വികാരങ്ങൾ ഏർപ്പെടാൻ സാധ്യത കൂടുതലും എന്ന് നമ്മൾ കണ്ടുവരുന്നു. ഇപ്പോൾ ഈ കൃമിശല്യം ഈ കുട്ടികളിൽ മാത്രമല്ല, വളർന്നു വന്ന സാധാരണ ഒരു 18 വയസ്സിനും 70 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാർക്കും വരാൻ സാധ്യതയുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് കൃമി രോഗം. അപ്പോൾ ഈ കൃമിയുടെ ശല്യം കാരണം എന്തൊക്കെ വരാമെന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുന്നത് തടി കുറയുക അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നില്ല എന്ന് മാത്രമാണ്. പക്ഷെ ഇത് കൂടാതെ വരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ധാരാളം അലർജി വരാനായിട്ട് വലിയൊരു കാരണം കൃമിശല്യം കൊണ്ടാണ്. അതായത് വിട്ടുമാറാത്ത തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ വരാം. പിന്നെ കാലത്തിൻ്റെ ഒരു മാറ്റം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ത്വക്കിൽ ചൊറിച്ചിൽ വരാം, റാഷസ് വരാം, പിന്നെ രക്തത്തിന് കട്ടി കൂടാം. എന്നീ അവസ്ഥകളൊക്കെ കൃമിയുടെ ഒരു വലിയൊരു ഭാഗമായിട്ടാണ് നമ്മൾ വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കുട്ടികളുടെ മരുന്നുകൾ, കുട്ടികൾക്ക് കൊടുക്കാവുന്ന സാധാരണ മരുന്ന്, ഇപ്പോൾ രജന്യാദി ചൂർണം എന്നൊരു ചൂർണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ അതെല്ലാം കൃമിഹരമായിട്ടാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അത് മാത്രമല്ല, കുട്ടികളിൽ കൊടുക്കുന്നത് ഒന്ന് ബുദ്ധി വയ്ക്കാനും വളരാനും മറ്റൊന്ന് കൃമികളെ കൊല്ലാനാണ് ഉള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കൃമികളെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് കിട്ടും. അതായത് ഈ കൃമികൾക്കാണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം പോകുന്നത്. ഇത് കുട്ടികളിൽ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാണ്ഡു എന്ന് പറഞ്ഞൊരു രോഗം, അതായത് നമ്മുടെ രക്തത്തിൽ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുമ്പോൾ അവർക്ക് വളരെ തളർച്ചയുണ്ടാവും, ഫെറ്റീഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. പിന്നെ മാത്രമല്ല, കണ്ണിൻ്റെ ഈ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ വെള്ള കളറാണ് വരിക. ഈ പാണ്ഡു എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വെള്ള കളർ, കാണാൻ സുഖമില്ലാത്തൊരു വെള്ള കളറിനെയാണ് നമ്മൾ ഈ പാണ്ഡു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ആ ചുവപ്പ് നിറത്തിന് അളവ് കുറയുമ്പോഴാണ് ഈ പാണ്ഡു എന്നുള്ള അവസ്ഥ വരുന്നത്. ഇത് വരുന്നതിന് ഒരു വലിയൊരു കാരണം കൃമിശല്യം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ ഈ പാണ്ഡു ചികിത്സ അല്ലെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിനെ കൂട്ടാനായിട്ടുള്ള ഇരുമ്പിൻ്റെ അംശം വരുന്ന ദ്രവ്യത്തിലെല്ലാം കൃമിഹരമായിട്ടുള്ള ഔഷധങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചന്ദ്രപ്രഭ ഗുഗുലു എന്ന് പറഞ്ഞൊരു മരുന്ന് പറയുന്നുണ്ട്. ഇതിൽ ലോഹഭസ്മത്തിൻ്റെ ഒപ്പം തന്നെ ധാരാളം കൃമികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളും നമ്മുടെ ദഹനത്തിനെ അതിൻ്റെ കഴിവിനെ കൂട്ടാനുമായിട്ടുള്ള ഔഷധങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു യോഗമാണ് ഈ ചന്ദ്രപ്രഭ. അത് ധാരാളം ഇപ്പോൾ ഈ മൂത്രാശയ സംബന്ധമായിട്ട്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതും നമ്മൾ ഒരു സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൃമിശല്യമായിട്ടും നമുക്ക് പറയാം. ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ഈസ്റ്റ് ഇൻഫെക്ഷൻ ആവാം, കാൻഡിഡ ആവാം, ഇതെല്ലാം ഒരു കൃമിശല്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും അത് ചന്ദ്രപ്രഭ എന്ന് പറഞ്ഞ മരുന്ന് ധാരാളം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരുന്നത് ഈ ചന്ദ്രപ്രഭ ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ ദഹനം കൂട്ടാനും കഴിക്കുന്ന ആഹാരം നല്ലപോലെ പചിക്കാനും. ഈ ലോഹം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ അയൺ ടാബ്ലറ്റ്സ് കഴിക്കും, അതുകൊണ്ട് ഇരുമ്പിൻ്റെ അംശം കുറയുകയാണെങ്കിൽ അത് കഴിച്ചാൽ മതി, ഇത് കൂട്ടാമെന്ന് മാത്രമല്ല, നമ്മളുടെ ദഹനത്തിൽ എന്തോ ഒരു തകരാറുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഇരുമ്പിൻ്റെ അംശം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അത് വേറെ എവിടെയോ പോകുകയാണ്. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മളൊരു അയൺ ടാബ്ലറ്റ്സ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ രക്തത്തിൽ അത് കൂട്ടിക്കാണാം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ദീർഘകാലത്തിന് പറ്റിയ ഒരു ചികിത്സാ രീതിയല്ല അത്.
ഒരു ദീർഘകാലത്തിന് പറ്റിയൊരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് ഈ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഈ ഇരുമ്പിൻ്റെ അംശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ആ ഒരു അവസ്ഥയ്ക്ക് പറ്റിയ ചില യോഗങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതിൽ ഒന്ന് പറയുന്ന ഒരു ഏറ്റവും നല്ല യോഗം എന്ന് പറഞ്ഞാൽ ക്രിമിക്കിന വടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വെള്ളുള്ളിയുടെ ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ത്രിപോൽപ്പക്കൊന്ന. ഇത് രണ്ടുമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞു വരുന്ന കുറച്ച് ക്രിമിക്കിനമായിട്ടുള്ള ചില ദ്രവ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തുളസിയുടെ സ്വരസം, ഇത് വളരെയധികം ക്രിമിക്കിനമാണ്. പിന്നെ ഗോമൂത്രം ആയുർവേദത്തിൽ വളരെയധികം ഒരു ക്രിമിക്കിനമായിട്ടാണ് അതിൽ പറയുന്നത്. പിന്നെ ത്രിപോൽപ്പക്കൊന്ന വളരെയധികം ക്രിമിക്കിനമായിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന മാതള നാരങ്ങ, അതിൻ്റെ തോട്, ഇപ്പോൾ നമ്മൾ മാതള നാരങ്ങ കാണുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തോട് കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പാക്കിംഗ് ആണ്. ഒരു പ്ലാസ്റ്റിക്കിന് പോലും ഇത്രയും നല്ലൊരു പാക്കിംഗ് നമുക്ക് കിട്ടില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആണ്. ഒന്നിനും അത് വാട്ടർ പ്രൂഫാണ്. അതങ്ങനെ എളുപ്പത്തിൽ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറത്തില്ല. ആ ഒരു തോട്, ഈ മാതള നാരങ്ങയുടെ തോട് വളരെ നല്ലൊരു ക്രിമിക്കിനമായിട്ടാണ്. ഇതിന് നമ്മൾ കഷായം വെച്ചാണ് ചില ഇതിലും കൊടുക്കുന്നത്. ചന്ദ്രപ്രഭ ഗുളിക നമുക്കൊന്ന് പരിചയപ്പെടാം. ഭൈഷജ രത്നാവലിയിൽ പറഞ്ഞിരിക്കുന്ന ചന്ദ്രപ്രഭ ഗുളിക പ്രധാന ഔഷധ ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. നാഗദന്തി, മരമഞ്ഞൾ, അതിവിടയൻ, കൊടുവേലി, ത്രികോൽപ്പക്കൊന്ന, മരമഞ്ഞൾ, കടുക്ക, നെല്ലിക്ക, താനിക്ക, കന്മദം, മുത്തങ്ങ, വയമ്പ്, വിളയുപ്പ്, ഇന്ദുപ്പ്, കാരുപ്പ്, ഇവർച്ചിലക്കാരം, ഏലത്തരി, ഇലവങ്കം, ഗുഗ്ഗുലു ഇവയാണ്. ചന്ദ്രപ്രഭ ഗുളികയുടെ നിർമ്മാണവിധി ത്രിഫല കഷായത്തിൽ മറ്റെല്ലാ ഔഷധങ്ങളും പൊടിമരുന്നായി ചേർത്ത് അരച്ച് ഉരുട്ടിയെടുക്കുന്നതാണ് ചന്ദ്രപ്രഭ ഗുളിക. ചന്ദ്രപ്രഭ ഗുളിക പ്രധാനമായി ഉപയോഗിക്കുന്നത് പ്രമേഹം, അസ്ഥിസ്രാവം, രക്തസ്രാവം, ഭഗന്തരം, അർശസ്, മൂത്രച്ചൂട് തുടങ്ങിയ കണ്ടീഷനുകളിലാണ്. ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 1 മുതൽ 2 ഗുളിക വരെ പശുവിൻ പാലിലോ അല്ലെങ്കിൽ ഇളനീരിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ വളരെ സവിശേഷമായ ചന്ദ്രപ്രഭ ഗുളിക അഗ്നിമാന്ദ്യം പോലുള്ള രോഗങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു ചോദ്യമാണ്, ഈ കൃമി എവിടെ നിന്നാണ് വരുന്നത്? അത് പല ആഹാരത്തിൽ നിന്നും വരാം, പല അവസ്ഥകളിൽ നിന്ന് വരാം, പല ഭൂമിയിൽ നിന്നും വരാം. ഒന്ന് വെള്ളത്തിൽ നിന്ന് വരാം. പിന്നെ ധാരാളം കാലം സ്റ്റോർ ചെയ്ത ആഹാരം, പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ ഒരുപാട് കാലം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയോ അല്ല അത് പ്രിസർവേറ്റീവ് ചേർത്തൊരു സ്ഥലത്ത് വെച്ചിരുന്നോ, ഇത് ധാരാളം കഴിക്കുകയാണെങ്കിൽ കൃമിയുടെ ശല്യം കൂടാൻ വളരെയധികം സാധ്യതകളുണ്ട്. പിന്നെ ഈ കോളിഫ്ലവർ, അതിൻ്റെ അകത്ത് കൃമികൾ ഒളിച്ചു നിൽക്കാൻ പറ്റാവുന്നൊരവസ്ഥയാണ് ഈ കോളിഫ്ലവർ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് നല്ലപോലെ കഴുകി നല്ലപോലെ ഇതിനെ പുറത്തേക്ക് എടുത്ത് കഴിച്ചാലേ നമുക്ക് നല്ല ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഈ കൃമിയുടെ ശല്യം കൂടാൻ വളരെയധികം സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ മധുരരസം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, അതായത് ചോക്ലേറ്റ് ആവട്ടെ, ഷുഗർ ആവട്ടെ, ഇത് ധാരാളം കഴിക്കുകയാണെങ്കിലും കൃമിയുടെ ശല്യം മുഖത്ത് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഈ മധുരരസമാണ് കൃമീനെ ഏറ്റവും കൂടുതൽ പോഷിപ്പിക്കുന്നത്. അകത്ത് കൃമി, എല്ലാവരുടെ ശരീരത്തിലും ഒരു അംശം കൃമികൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ അംശം എത്രത്തോളം അളവ് കൂടി വരുന്നു അത്രത്തോളം നമുക്ക് രോഗാവസ്ഥയ്ക്ക് സാധ്യതകൾ നമ്മൾ കൂടുകയാണ്. നമ്മുടെ പ്രതിരോധ ശക്തിയുടെ കഴിവുകളെ കുറയ്ക്കാനും പറ്റുന്ന ഒരു സാധനമാണ് ഈ കൃമി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ തന്നെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത, ഇപ്പോൾ ജ്വരം എന്നുള്ളൊരു ചികിത്സ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറയുന്ന ഏറ്റവും ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത്, ഒന്ന് ഉപവാസം കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് ആചാര്യം അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നത്. ചൂടുവെള്ളം കുടിക്കുമ്പോൾ എന്ത് പറ്റുന്നു പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കഫം ഇതിനെ നമുക്ക് അലിയിപ്പിച്ച് കളയാൻ പറ്റാവുന്ന ഒരു നല്ലൊരു എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഔഷധമാണ് ചൂടുവെള്ളം. ഈ കഫം എന്ന് പറയുന്നത് ഇപ്പോൾ മ്യൂക്കസ് എന്ന് പറയുന്നു. ഈ മ്യൂക്കസ് എന്ന് പറയുന്നത് ഈ കൃമി വല്ലാണ്ട് കൂടുമ്പോഴും ഈ മ്യൂക്കസ് സെക്രീഷൻ ധാരാളം വരാം. അതായത് കഫം നമുക്ക് കൃമി വല്ലാണ്ട് കൂടുമ്പോൾ ആവശ്യമില്ലാത്ത കഫത്തിൻ്റെ അളവും നല്ലപോലെ ശരീരത്തിൽ കൂടും. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, കൃമിയുടെ രോഗമാണ്. അപ്പോൾ ഈ കൃമീനെ ചികിത്സിച്ചാൽ തന്നെ ഈ കഫത്തിൻ്റെ ഉൽപ്പാദി വളരെയധികം കുറയാണ് ഉണ്ടാവുക. ഈ മുതിർന്നവരിൽ കാണുന്ന ഈ കൃമിശല്യം അത് എങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ,
ഒന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് പല്ലു വല്ലാണ്ട് കടിക്കുന്നു, പിന്നെ മലം പോകുന്ന സമയത്ത് അവിടെ വല്ലാത്ത ചൊറിച്ചിലുണ്ടാവുന്നു, കൂടാതെ ചിലപ്പോൾ അർശസിൻ്റെ പ്രശ്നങ്ങളും വരാം. പിന്നെ ദഹനം വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും, അവർക്ക് കൂടുതൽ കഴിക്കാൻ തോന്നും, കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗ്യാസ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. പിന്നെ മധുര രസപ്രധാനമായിട്ടുള്ള ആഹാരത്തിന് കഴിക്കാനായിട്ട് വല്ലാത്ത ഒരു ആവശ്യം തോന്നും, എന്ത് കണ്ടാലും അത് മധുരമാണെങ്കിൽ എടുത്ത് കഴിക്കാനായിട്ടുള്ളൊരു അവസ്ഥ തോന്നും. ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചില അലർജികൾ വരാം, ചിലപ്പോൾ ചൊറിച്ചിൽ വരാം, കണ്ണ് ചൊറിച്ചിൽ വരാം, വിട്ടുമാറാത്ത തുമ്മൽ വരാം, രാവിലെ എണീച്ച ഉടനെ വളരെയധികം തുമ്മൽ വരാം. ഈ അവസ്ഥകളൊക്കെ കൃമിശല്യം വളരെയധികം കണ്ടുവരുന്ന ആൾക്കാരിലാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ത്വക്ക് രോഗങ്ങൾ, അതായത് പെട്ടെന്ന് ചൊറിച്ചിൽ വരുന്ന ഒരു അവസ്ഥയിൽ കൊടുക്കുന്ന ഒരു വലിയൊരു മരുന്നാണ് ആയുർവേദത്തിൽ ഹരിദ്രാകാണ്ഡം എന്ന് പറയുന്നത്. ഈ ഹരിദ്രാകാണ്ഡത്തിൽ പറയുന്ന മിക്ക ഔഷധങ്ങളും ഈ കൃമിഹരമായിട്ടുള്ള ഔഷധങ്ങളാണ്. പ്രത്യേകിച്ച് മഞ്ഞളെന്ന് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കൃമിഘ്നം തന്നെയാണ്, നമുക്ക് വേറെ രീതിയിൽ പറയാം. അപ്പോൾ കൃമിനെ മൊത്തത്തിൽ നമുക്ക് കളയണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മധുരരസം നല്ലപോലെ കുറയ്ക്കണം. പിന്നെ തണുത്ത ശീതവീര്യമായിട്ടുള്ള ആഹാരങ്ങളും നല്ലപോലെ കുറയ്ക്കണം. പിന്നെ വേറെ സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആധുനിക ശാസ്ത്രത്തിൽ ലാക്ടോസ് ഫ്രീ എന്നോ ഗ്ലൂട്ടൻ ഫ്രീ എന്നുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ വേറൊരു ഭാഗം പറയുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും. ഈ ഇൻടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിച്ചു കൊള്ളില്ല എന്നാണ്. അത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കഴിച്ച് ശരീരത്തിന് അതിനെ മടുത്തു, അത് കഴിച്ച് അതിനെ ഒന്ന് ഒരു ഊർജ്ജമാക്കി മാറ്റാനായിട്ടുള്ള കഴിവ് മൊത്തം ശരീരം നഷ്ടപ്പെട്ടു. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻടോളറൻസ് എന്ന് വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നത്. അതിനെ മാറ്റണമെങ്കിൽ ശരീരത്തിൽ ഒരു നല്ലൊരു ശുദ്ധീകരണം ഉണ്ടാവണം, രക്തശുദ്ധി ഉണ്ടാവണം, നമ്മുടെ കോഷ്ടത്തിലും ഒരു ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ അതിൽ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സയിൽ പറയുന്ന ചില ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്നേഹപാനം എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. അതായത് നമ്മൾ ശോധന ചെയ്യുന്നതിന് മുമ്പായിട്ട് വരുന്നൊരു പൂർവ്വകർമ്മം. അത് സാധാരണ നെയ്യ് വെച്ചാണ് നമ്മൾ ഈ സ്നേഹപാനം ചെയ്യുന്നത്. പക്ഷേ കൃമിശല്യമുള്ളവർക്ക് പ്രത്യേകം ആചാര്യം പറഞ്ഞിരിക്കുന്നത് തിളതൈലം കൊണ്ടുള്ള സ്നേഹപാനമാണ്. ഈ തിളതൈലം കുറച്ച് ഉഷ്ണവീര്യമുള്ളതും സ്നിഗ്ധ ഗുണമുള്ളതാണ്. അപ്പോൾ ഈ ഉഷ്ണവീര്യമാണ് ഇപ്പോൾ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ കൃമീനെ കൊല്ലാനോ കൃമീനെ നശിപ്പിക്കാനോ അതേസമയം നമ്മുടെ ദഹനക്രിയേനെ നല്ലപോലെ ഉത്തേജിക്കാനും പറ്റാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഉഷ്ണഗുണമാണ്. ഈ ഉഷ്ണഗുണ സ്വഭാവമുള്ള മരുന്നുകളാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന് നമ്മുടെ വെള്ളുള്ളി പ്രത്യേകം പറയുന്നുണ്ട്. ഈ കൃമിക്കിനെ വടിയിൽ വരുന്ന ഒരു വലിയൊരു ഭാഗമാണ് വെള്ളുള്ളി. പിന്നെ ഇതുപോലെ തിളതൈലം കൊണ്ട് നമ്മൾ സ്നേഹപാനം ചെയ്ത് വിരേചനമോ അല്ല വസ്തിയോ അതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഈ കൃമീനെ നമുക്ക് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ വളരെ നല്ല ഒരു ചികിത്സാ പ്രക്രിയയാണിത്. ഇത് കൂടാതെ നമുക്ക് കഴിക്കാവുന്ന കുറച്ച് ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളുള്ളി കൂടുതൽ ചേർത്ത്, അതായത് വെള്ളുള്ളി എന്ന് പറഞ്ഞാൽ വെള്ളുള്ളി ഈ പേസ്റ്റായിട്ട് കിട്ടും, ഗാർലിക് സോസ് എന്ന് പറഞ്ഞാൽ ഇതല്ല, നമ്മുടെ പച്ചയായിട്ട് കിട്ടുന്ന ഈ വെള്ളുള്ളി നമ്മൾ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ കിട്ടുക. ഇപ്പോൾ ചില സപ്ലിമെൻറ്റ്സ് തന്നെ നമുക്കിപ്പോൾ വിൽക്കുന്നുണ്ട്, ഗാർലിക് പോട്ട്സ് ഗാർലിക് ടാബ്ലറ്റ്സ് എന്നോ പറഞ്ഞിട്ട്. ഇത് നമ്മൾ അടുക്കളയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒരു മരുന്നാണ്. ഏറ്റവും നല്ല രീതിയിൽ കൊളസ്ട്രോൾ മാത്രം കുറയ്ക്കുകയല്ല, കൃമീനെയും നശിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ വെള്ളുള്ളി. ഇത് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ, അതേസമയം നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ വെള്ളുള്ളി വെറും വയറ്റിൽ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെറും വയറ്റിൽ ഉഷ്ണവീര്യം ധാരാളം ചെല്ലുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കുന്ന ആഹാരത്തിന് കൂടെയോ കഴിച്ച ആഹാരത്തിന് ശേഷമോ കുറച്ച് വെള്ളുള്ളി ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഈ കൃമീനെ നല്ല രീതിയിൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സീതാറാം ഔഷധശാലയുടെ കൃമിരോഗത്തിന് ഉപയോഗിക്കുന്ന കൃമിഘ്ന ഗുളിക എന്ന ഗുളികായോഗമാണ്. ഇതിലെ പ്രധാന ഔഷധ ഘടകങ്ങൾ കരിനച്ചിയില, കായം, വെള്ളുള്ളി എന്നിവയാണ്. ഇത് പ്രധാനമായും കുട്ടികൾക്കുണ്ടാവുന്ന കൃമിരോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ വിധി തൊലി കളഞ്ഞ വെളുത്തുള്ളി, നെയ്യിൽ വറുത്ത കായം എന്നിവ നന്നായി കരിനച്ചിയിലയുടെ നീരിൽ അരച്ച് ഉണക്കി ഗുളികയാക്കുന്നു. ഇപ്പോൾ സംസ്കൃതത്തിൽ നമ്മുടെ ശരീരം എന്ന വാക്കിനെ നമ്മളൊന്ന് അതിൻ്റെ ഒരു റൂട്ട് എടുക്കുകയാണെങ്കിൽ ശീര്യതേ അനേന ഇത് ശരീരം, അതായത് നമ്മുടെ ശരീരം ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണോ മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശരീരം എന്നാണ് പറയുന്നത്. അപ്പോൾ മരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ മലത്തെ പുറത്തേക്ക് തള്ളിക്കളയുന്നു എന്നാണ്.
അതായത് നമ്മൾ ഓക്സിജൻ നല്ല വായു നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ലാത്തതിനെ പുറത്തേക്ക് തള്ളുന്നു. അത് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മരണമാണ്. ഇത് സ്ഥിരം നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മളുടെ ആരോഗ്യം, നമ്മുടെ ഊർജം എത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിലത്തെ മലത്തിനെ പുറത്തേക്ക് കളയാവോ അത്രത്തോളം ആരോഗ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രോഗങ്ങളും 2 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. ഒരു രോഗം എന്ന് പറഞ്ഞാൽ ആ സന്ദർപ്പണവും, ഒരു രോഗം എന്ന് പറഞ്ഞാൽ അപതർപ്പണം. അതായത് ധാരാളം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗവും, ഒന്നില്ലെങ്കിൽ ഒട്ടും കഴിക്കാത്തപ്പോൾ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഇത് പറയുന്നത്. ഈ 2 അവസ്ഥയിൽ ധാരാളം കഴിച്ചുകൊണ്ടുണ്ടാവുന്ന രോഗത്തിനെ ചികിത്സിക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മലത്തിനെ പുറത്തേക്ക് കളയാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അതായത് ശരീരത്തിൽ ആഹാരം കഴിക്കുന്നതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ് മലത്തിനെ പുറത്തേക്ക് തള്ളാൻ. അപ്പോൾ ഈ മലത്തിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആയുർവേദത്തിൽ പഞ്ചകർമ്മ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ എത്രത്തോളം മലങ്ങൾ അടഞ്ഞുകൂടിയിരിക്കുന്നു അത്രത്തോളം ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ ഉണ്ടാവുക, അത്രത്തോളം ഊർജം കുറവായിരിക്കും, അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയുടെ അളവും നല്ലപോലെ കുറവായിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് നിലനിർത്താനായിട്ടാണ് നമ്മൾ ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത മലം മാത്രമല്ല പുറത്തു പോകുന്നത്, നമ്മുടെ ദഹനത്തിൻ്റെ കഴിവും കൂടുകയാണ്, നമ്മുടെ അഗ്നിബലം കൂടുകയാണ്, നമുക്കൊരു നല്ലൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൃമികളെ വരെ പുറത്തേക്ക് തള്ളും. ഈ ശോധന ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് സ്നേഹവാനം എന്ന് പറഞ്ഞൊരു ക്രിയനെ പറയുന്നുണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നെയ്യായിരിക്കാം, ചിലപ്പോൾ തൈലങ്ങളായിരിക്കാം. ഇതിൽ കൃമിയുടെ ശല്യം ഉണ്ടാവുമ്പോൾ അവിടെ ആചാര്യം പറഞ്ഞിട്ടുണ്ട്, തൈലം ഉപയോഗിക്കുകയാണെങ്കിൽ കൃമിക്ക് വളരെയധികം ഗുണമാണ്. അതായത് കൃമിയുടെ ശല്യം ഉണ്ടെങ്കിൽ തൈലപ്രയോഗം കൊണ്ട് നമ്മൾ സ്നേഹപാനം ചെയ്യുകയാണെങ്കിൽ കൃമിനെ നല്ല പോലെ പുറത്തേക്ക് തള്ളാൻ പറ്റും. അതിനുശേഷം നമ്മൾ വമനമോ വിരേചനമോ പിന്നെ അതിനുശേഷം വസ്തിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശരീരത്തിനുണ്ടാവുന്ന ഒരു ശുദ്ധി അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ചില വസ്തിന് തന്നെ ഒരു പേര് പറയുന്നത് നിരൂഹ വസ്തി എന്നാണ്. നിരൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഊഹിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളാണ് ഈ വസ്തി ചെയ്താൽ ഉണ്ടാവുന്നത്. അത് പഞ്ചകർമ്മത്തിൻ്റെ അവസാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്രിയ പ്രത്യേകിച്ച് മഴക്കാലത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉഷ്ണം, അതായത് വേനൽക്കാലത്ത് സൂര്യൻ്റെ ചൂട് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ഭൂമിയിലും ജലത്തിൻ്റെ അംശം വളരെ കുറവാണ്. അപ്പോൾ എന്തുണ്ടാവണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ മലത്തിനെ പുറത്തേക്ക് കളയാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തേക്ക് കളയണമെങ്കിൽ ധാരാളം ജലാംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അതേസമയം മഴക്കാലം വരുമ്പോൾ ഭൂമിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ജലാംശം ഒരു പടി കൂടുകയാണ്. നമുക്ക് ധാരാളം മൂത്രമൊഴിക്കാൻ തോന്നുന്ന ഒരു കാലമാണ് ഈ മഴക്കാലം വരുമ്പോൾ, അതായത് നല്ലൊരു ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പഞ്ചകർമ്മം ചെയ്യുമ്പോൾ എളുപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് മലങ്ങളെ പുറത്തേക്ക് തള്ളാൻ പറ്റും. ഇതുകൊണ്ടാണ് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ല കർക്കിടക മാസത്തിലോ നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ശോധനക്രിയയോ അല്ല പഞ്ചകർമ്മ ചികിത്സയോ ചെയ്യാൻ നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചികിത്സാവിദ്യയാണ് അവഗാഹം. ഇത് ചെയ്യുന്നത് നമ്മൾ ആ സ്ഥാനത്തിൽ, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ സ്ഥാനത്തിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ്. അവഗാഹത്തിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രാസ്നാദി തളം വെച്ചിട്ട് തുടങ്ങാം. അതിനുശേഷം ഒരു പൂർവകർമ്മം എന്നുള്ള രീതിയിൽ സ്നേഹനം, അതായത് എണ്ണ തേപ്പ് ചെയ്യേണ്ടതാണ്, അഭ്യംഗം ചെയ്യേണ്ടതാണ്. അതിന് നമുക്ക് വ്യത്യസ്തമായ തൈലങ്ങൾ ഉപയോഗിക്കാം. രോഗിയുടെ അവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുസൃതമായിട്ടുള്ള തൈലങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. വളരെ മെലിഞ്ഞിട്ടുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധന്വന്തരം പോലത്തെ പോഷണകരമായിട്ടുള്ള തൈലങ്ങൾ, ബ്രഹ്മണകരമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിക്കാം. അതേപോലെ ബലാശ്വഗന്ധാദി തൈലം, ഏരണ്ട തൈലം, ഗന്ധർവ ഏരണ്ട തൈലം, സുകുമാര ഏരണ്ട തൈലം, അങ്ങനെ എണ്ണകൾ യൂസ് ചെയ്യാം. അതേപോലെ പിപ്പല്യാദി അനുവാസന തൈലം യൂസ് ചെയ്യാം. ഇങ്ങനെ പലതരത്തിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള തൈലങ്ങൾ നമുക്ക് അഭ്യംഗത്തിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഭ്യംഗം ഏകദേശം ഒരു 10 മിനിറ്റ് രോഗി തന്നെ ചെയ്യേണ്ടതാണ്. അതായത് വൃഷ്ണങ്ങളുടെ ഭാഗത്ത്, അബ്ഡമൻ്റെ ഭാഗത്ത്, തൊടയുടെ ഭാഗത്തെല്ലാം രോഗി തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം അഭ്യംഗം ചെയ്തതിന് ശേഷം കഷായത്തിൽ, അതായത് വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ, ഇപ്പം വാതഹരമായിട്ടുള്ള ഇലകൾ ഇട്ട് സംസ്കരിച്ചെടുത്ത വെള്ളത്തിൽ നമുക്ക് രോഗി ഏകദേശം അരമണിക്കൂർ വരെ ഇരുത്താവുന്നതാണ്. നമുക്കതെങ്ങനെയാണെന്ന് കാണാം. രോഗിയെ സാവകാശം അരഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇരുത്തേണ്ടതാണ്. ഇവിടെ
നമ്മൾ നാൽപ്പാമരവും പഴുക്ക പ്ലാവിലയും പുളിയിലയും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ത്രിദോഷഹരമായിട്ടും പ്രത്യേകിച്ച് പിത്തഹരമായിട്ടുള്ള ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അവഗാഹം. പൊതുവിൽ ഇത് വന്ധ്യതയ്ക്ക് മാത്രമല്ല അനേകവിധ രോഗങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്വേദത്തിൻ്റെ ഒരു ഭേദമാണ് അവഗാഹം. സാധാരണഗതിയിൽ സ്ത്രീകളിൽ യോനി രോഗങ്ങളിലെല്ലാം നമുക്ക് അവഗാഹം ചെയ്യാറുള്ളതാണ്. അതേപോലെ പുരുഷന്മാരിൽ വന്ധ്യതയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ മരുന്നുകളിട്ട് സംസ്കരിച്ച കഷായത്തിൽ രോഗി ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ ഇരുത്തി അതിനുശേഷം ഇടയ്ക്ക് ചൂട് നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടതാണ്. ചൂട് കുറയുന്നതിനനുസരിച്ച് അല്പം വെള്ളം മാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ടെമ്പറേച്ചർ നമ്മൾ പ്രോപ്പർലി റെഗുലേറ്റ് ചെയ്ത് ഏകദേശം ഒരു 30 മിനിറ്റ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പഞ്ചകർമ്മം ചെയ്യുന്നതിന് തൊട്ട് മുമ്പാകെ നമ്മുടെ സ്നേഹസ്വേദങ്ങൾ എന്ന് പറഞ്ഞൊരു പൂർവ്വകർമ്മത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ സ്വേദനം എന്ന് പറഞ്ഞ ഒരു ക്രിയയുടെ യുക്തി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വരുന്ന 3 തരം മലങ്ങളുണ്ട്. അതിൽ വരുന്ന ഒരു വലിയൊരു മലമാണ് നമ്മുടെ സ്വേദം എന്ന് പറയുന്നത്, വേർപ്പ്. ഈ വേർപ്പ് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മുടെ രക്തത്തിന് ഒരു ശുദ്ധീകരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രക്തശുദ്ധീകരണത്തിനെ നമ്മൾ ഉത്തേജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വേദനം എന്ന് പറഞ്ഞൊരു ക്രിയ ചെയ്യുന്നത്. അത് ആഗ്നേയ സ്വേദം എന്നുണ്ട്, അനാഗ്നേയ സ്വേദം എന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവഗാഹം എന്ന് പറഞ്ഞതുമുണ്ട്. ഇത് പ്രത്യേകിച്ച് ചൂടുകാലം കഴിഞ്ഞ് കുറച്ച് തണുപ്പ് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ വേർപ്പിൻ്റെ അവസ്ഥയും അളവും കുറയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ധാരാളം വേർപ്പിക്കുമ്പോൾ ഈ രക്തത്തിൽ വരുന്ന ആവശ്യമില്ലാത്ത മലങ്ങൾ നല്ല രീതിയിൽ വേർത്ത് പുറത്തേക്ക് തള്ളാനായിട്ടാണ് ആചാര്യം ത്വക്ക് മാർഗത്തിലൂടെ ഇതിനെ പുറത്തേക്ക് തള്ളുന്നതാണ്. ഈ ഒരു അവസ്ഥയാണ് സ്വേദനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചകർമ്മം ചെയ്യുമ്പോൾ അകത്ത് സ്നേഹം കൊണ്ട് കഴിച്ച് ഒരു മലത്തിനെ പുറത്തേക്ക് കളയാൻ ഒന്ന് റെഡിയാക്കുന്ന ആ ഒരു അവസ്ഥയിൽ അതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ സ്വേദനവും അതിൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചകർമ്മം ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൃമീനെ ഒരു നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളുന്നതും നമ്മുടെ ആരോഗ്യവും പ്രതിരോധ ശക്തിയും നല്ലപോലെ വളർത്തിയെടുക്കാനും പറ്റാവുന്ന ഒരു ക്രിയയാണ് ഈ പഞ്ചകർമ്മം. അതും പ്രത്യേകിച്ച് ഈ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ശരീരത്തിന് വളരെയധികം എളുപ്പത്തിലൂടെ നമുക്ക് ഈ ക്രിയ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആചാര്യം പറയുന്ന പോലെ ആഹാരങ്ങളാവട്ടെ വിഹാരങ്ങളാവട്ടെ ഈ പഞ്ചകർമ്മ ക്രിയകൾ ഒരു വീട്ടിൽ ചെയ്യുന്ന വിരേചനമാവട്ടെ വസ്തിയാവട്ടെ നമ്മൾ ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ഈ കർക്കിടക മാസം ചെയ്യുമ്പോഴുള്ള ഈ പഞ്ചകർമ്മ അല്ല ഉഴിച്ചൽ, പിന്നെ നമ്മൾ ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് ഇത് നമ്മൾ കഴിക്കുന്നത്, ഇത് നമ്മൾ ഒരു ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂടും. ആവശ്യമില്ലാത്ത കൃമികൾ അതിനെ വളരാൻ പറ്റിയ ഒരു അവസ്ഥയല്ല നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ അകത്ത് വളരാൻ നമ്മൾ വിടത്തില്ല. നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ കൃമിക്ക് വല്ലാണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയില്ല. അപ്പോൾ ഈ ഒരു ശീലങ്ങൾ നമ്മൾ ശീലമാക്കിയാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം വളരെയധികം ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ കൃമീനെ അകത്ത് നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അതെപ്പോഴും പുറത്ത് തന്നെയായിരിക്കും. सर्वेषां स्वस्तिर्भवतु, सर्वेषां स्वस्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु, सर्वेषां पूर्णं भवतु, सर्वेषां